പരിശുദ്ധമായ ഖുർആനിലെ മൗഇദത്തൈനി എന്ന് പറയപ്പെടുന്ന രണ്ട് സൂറത്തുകൾ, അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകളും ഇറങ്ങാൻ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലങ്ങളുണ്ട്. സബബ് നുസൂൽ എന്ന് പറയും, അതായത് അവതരണ പശ്ചാത്തലം. പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് വിശുദ്ധമായ ഖുർആന്റെ അധ്യായങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആയത്തുകൾ അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. വിശുദ്ധമായ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങാൻ, നമ്മൾ മൗഇദത്തൈനി എന്ന് പറയപ്പെടുന്ന ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങാനുള്ള പശ്ചാത്തലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലബീദുൽ അഅസം എന്ന് പറയുന്ന ഒരു ജൂതനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സിഹർ ബാധിച്ചു. ഇപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിഹറിന് സ്വന്തമായിട്ട് കഴിവില്ല. പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തിയ 7 വലിയ പാപങ്ങളുണ്ട്. സബുൽ മൂബിഖാത്ത് എന്നറിയപ്പെടുന്ന 7 വൻദോഷങ്ങൾ. ആ 7 വൻദോഷങ്ങളിൽ എണ്ണിയ കാര്യമാണ് സിഹർ ചെയ്യുക എന്നുള്ളത്. കാരണം സിഹറിന് സ്വന്തം കഴിവുണ്ട് എന്നുള്ളതല്ല, അതേസമയം സിഹറിലൂടെ നമുക്ക് ആരെയാണോ സിഹർ ചെയ്യുന്നത്, ആർക്കെതിരെയാണോ സിഹർ ചെയ്യുന്നതെങ്കിൽ അയാളെ തകർക്കാനുള്ള, അയാളെ നശിപ്പിക്കാനുള്ള ആ ഒരു ചിന്ത വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ജൂതനായ ലബീദ് സിഹർ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സിഹർ ബാധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി ആ സിഹറിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുകയും ആ സിഹർ ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ മുടി ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങളൊക്കെ ഇന്നാലുള്ളൊരു കിണറിലാണ് അത് അവർ വെച്ചിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും അങ്ങനെ അത് എടുക്കുകയും ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ചരട്, അത് അവർ സിഹർ ചെയ്തിരുന്ന ആ ചരടിൽ കെട്ടിയിരുന്നത് 11 കെട്ടുകളായിരുന്നു. ആ 11 കെട്ടുകളിൽ വിശുദ്ധമായ ഖുർആൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇതിലാകെയുള്ളത് 11 ആയത്തുകളാണ്. അതിലുണ്ടായിരുന്നത് 11 കെട്ടുകളാണ്. അങ്ങനെ ഈ ഓരോ ആയത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിലെയും ഖുൽ അഊദു ബിറബ്ബിൻ നാസിലെയും ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും അതിൽ ഓരോ കെട്ടുകളും ഇങ്ങനെ അഴിഞ്ഞു പോകുന്നു എന്നാണ് നമുക്ക് ഇതിന്റെ അവതരണ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൂറത്തും വലിയ കാവലാണ്. ഇൻഷാ അല്ലാഹ് ഈ ഖുർആന്റെ ഈ സൂറത്തിന്റെ അർത്ഥവും മറ്റു വിശദീകരണവും ഒക്കെ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.